അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 13-ാം ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നെഗറ്റീവ് ചിന്തകളെയും ഡിപ്രഷനെയും വേരോടെ പിഴുതെറിയാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മരുന്നിനെ കുറിച്ചാണ്. അതാണ് നന്ദി പ്രകടിപ്പിക്കൽ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. ഇസ്ലാമിൽ ഇതിനെ ശുക്ർ എന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളെ കണ്ട് അതിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു വിപ്ലവമാണ് നടക്കുന്നത്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്നത് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് നിലവിലുള്ള കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്തുകയും അതിന് നന്ദിയുള്ളവരാവുകയും ചെയ്യുന്നതിലാണ്. ശുക്രന്റെ ഈ മനഃശാസ്ത്രം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി നന്ദിയുടെ മനഃശാസ്ത്രവും ഖുർആനും തമ്മിലുള്ള ബന്ധം. ആധുനിക പോസിറ്റീവ് സൈക്കോളജി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തൽ. നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ, സെറോട്ടോണിൻ എന്നീ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് സ്ട്രെസ് കുറയ്ക്കുകയും ആത്മവിശ്വാസം കൂട്ടുകയും മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകുകയും ചെയ്യും. എന്നാൽ ഈ ഒരു മനഃശാസ്ത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹിമിലൂടെ നൽകുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധനവ് നൽകുക തന്നെ ചെയ്യുമെന്നുള്ളത്. അതായത് നമ്മൾ പറയുമ്പോൾ ആ ഒരു നന്ദി അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും വീണ്ടും വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കാണിക്കും. നന്ദി കേട് കാണിക്കുന്നത് മനസ്സിൻ്റെ ഇരുട്ടിലേക്കാണ് നയിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് അൽഹംദുലില്ലാ, അത് ഹൃദയത്തിൽ നിന്ന് പറയുക. നമ്മൾ പലപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്നത് വെറുമൊരു ശീലമായിട്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാറില്ല. ഇനി മുതൽ രാവിലെ ഉണരുമ്പോൾ ശ്വാസമെടുക്കാൻ കഴിയുന്നതിന്, കാണാൻ കഴിയുന്ന കണ്ണുകൾക്ക് സുരക്ഷിതമായൊരു വീടുള്ളതിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആഹാരം കഴിച്ചിട്ട് അതിന് നന്ദി പറയുന്നവനും വെള്ളം കുടിച്ചിട്ട് അതിന് നന്ദി പറയുന്നവനും അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തം ലഭിക്കുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നോക്കുക. ലുക്ക് അറ്റ് ദ ലെസ് ഫോർച്ചുനേറ്റ് എന്ന് പറയും. നമ്മുടെ സങ്കടങ്ങൾക്ക് കാരണം നമ്മളെക്കാൾ പണമുള്ളവരെയും സുഖ സൗകര്യങ്ങളുള്ളവരെയും നോക്കി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന സുവർണ നിയമം ഇതാണ്: നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരെ കാണുമ്പോൾ നമുക്കുള്ളത് എത്ര വലിയ ഭാഗ്യമാണെന്ന് മനസ്സിന് ബോധ്യപ്പെടും. ഇനി മൂന്നാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒരു ശീലമാക്കുക. ദിവസവും രാത്രി ഒരു ഡയറി എടുത്ത് അന്ന് നിങ്ങൾക്ക് സന്തോഷം തന്ന അല്ലെങ്കിൽ അള്ളാഹു തന്ന 3 അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇന്നൊരു നല്ല സുഹൃത്തിനെ കാണാൻ പറ്റി, അതുമല്ലെങ്കിൽ ഇന്ന് രുചികരമായ ഭക്ഷണം കഴിച്ചു, ഇന്ന് അപകടങ്ങളൊന്നുമില്ലാതെ വീട്ടിലേക്ക് എത്തി. ഇങ്ങനെ എഴുതുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കും. നാലാമത്തെ കാര്യം, മനുഷ്യരോട് നന്ദിയുള്ളവരാവുക. താങ്കിങ് പീപ്പിൾ എന്ന് പറയും. അള്ളാഹുവിലേക്ക് നന്ദിയുള്ളവരാകാനുള്ള വഴി മനുഷ്യരോട് നന്ദി കാണിക്കുക എന്നതാണ് എന്ന് ഇസ്ലാം പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാഹ്,
മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവോടും നന്ദി കാണിച്ചിട്ടില്ല എന്നുള്ളത്. നിങ്ങളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായ തരുന്ന വ്യക്തിക്ക് വരെ ഒരു ചെറിയ പുഞ്ചിരിയോടെ താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറയാൻ മടിക്കരുത്. ഇത് ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിക്കും. ഇനി 5-ാമത്തെ കാര്യം, പ്രതിസന്ധികളിലും നന്മ കണ്ടെത്തുക. ഫൈൻഡിങ് ഗുഡ് ഇൻ ഹാർഡ്ഷിപ്പ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തനിക്ക് സങ്കടങ്ങൾ വരുമ്പോഴും അവൻ അള്ളാഹുവിനെ സ്തുതിക്കും എന്നതാണ്. കാരണം ആ പരീക്ഷണത്തിലൂടെ തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വീണ്ടും ഓർപ്പിക്കുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, എന്നാൽ തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ഏതൊരു കഠിനമായ അവസ്ഥയിലും ഇതിലും വലിയൊരു വിപത്തിൽ നിന്ന് എന്നെ കാത്ത പടച്ചവന് സ്തുതി എന്ന് ചിന്തിക്കാൻ പഠിച്ചാൽ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഇതോടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് എന്നുള്ളത് ഇതാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന 3 വലിയ അനുഗ്രഹങ്ങൾ ഒരു പേപ്പറിലോ അതുമല്ലെങ്കിൽ ഫോണിലോ എഴുതി വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്നൊരു താങ്ക് യു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് നന്ദി പറയുകയോ ചെയ്യുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പരാതികൾ പറയുന്നത് നിർത്തി നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകും. ഉള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവെ സ്തുതിക്കുകയും ഹൃദയം സമാധാനം കൊണ്ട് നിറയുകയും ചെയ്യും. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിൽ ഇതിലൂടെ നമ്മൾ ഒന്നിച്ച് പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 14-ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.